Question number 4. If f of x is equal to 4x plus 3 by 6x minus 4, where x not equal to 2 by 3, show that f composition f of x is equal to x for all x not equal to 2 by 3. What is the inverse of f? ഇതിൽ ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ 2 by 3. ഈ എഫ് ഓഫ് എക്സിൽ നമുക്ക് ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അതായത് 6x-4 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 6x എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 4 ആണ്. ഈ -4നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അതായത് x എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 4/6 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് ചെറുതാക്കുകയാണെങ്കിൽ 2 4ൽ 2 ടൈംസ് 6ൽ 3 ടൈംസ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 2 by 3. അപ്പോൾ ഈ എക്സ് നോട്ട് ഈക്വൽ ടു 2 by 3ക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ് പ്രൂവ് ചെയ്യണം. ഇനി എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇപ്പോൾ ഡെഫിനേഷൻ അനുസരിച്ച്, അതായത് കോമ്പോസിഷൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഇതെന്ന് പറയുന്നത് എന്താ, എഫ് ഓഫ് എക്സ് ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ, 4x plus 3 by 6x minus 4 ആണ്. അപ്പോൾ അതങ്ങനെ തന്നെ ഇത് എഫ് ഓഫ് എക്സിൻ്റെ അവിടെ 4x plus 3 by 6x minus 4. ഇനി എന്താ നോക്കണ്ടേ, ഇപ്പോൾ നമുക്ക് എഫ് ഓഫ് 4x plus 3 by 6x minus 4 ആണ്. ഇനി നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4x plus 3 by 6x minus 4 ആണ്. അപ്പോൾ ഇതിൽ എക്സ് എവിടെ വരുന്നു, ഈ എഫ് ഓഫ് എക്സിൽ എക്സ് എവിടെ വരുന്നുണ്ടോ അവിടെ നമ്മൾ ഈ 4x plus 3 by 6x minus 4 കൊടുക്കണം. അത് തെറ്റിക്കരുത്, എപ്പോഴും തെറ്റുന്ന കാര്യമാണ്. അപ്പം ഈ നമ്മൾ തന്നേക്കുന്ന എഫ് ഓഫ് എക്സ് എടുക്കുക, ആ എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ അവിടെ 4x plus 3 by 6x minus 4 കൊടുത്താൽ മതി. അപ്പോൾ 4 ഇൻറ്റു എക്സിൻ്റെ അവിടെ ഇവിടുത്തെ നമ്മുടെ എക്സ് എന്താ, 4x plus 3 by 6x minus 4 ആണ്. 4 ഇൻറ്റു 4x plus 3 by 6x minus 4. എഫ് ഓഫ് എക്സിലാണ് കൊടുക്കേണ്ടത്, എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ അവിടെ. ബാക്കി ഇവിടെ എന്തുണ്ട്, ഒരു +3 കൂടിയുണ്ട്. ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു ഇവിടെ ഒരു എക്സ് വന്നു, അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 4x plus 3 by 6x minus 4 കൊടുത്തു. ഇനി -4 കൂടിയുണ്ട്. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്താൽ അപ്പോൾ 4 ഇൻറ്റു 4x എന്ന് പറയുന്നത് 16x ആണ്, പ്ലസ് 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് 12 ആണ്. ഡിവൈഡഡ് ബൈ 6x minus 4 പ്ലസ് 3 ഡിവൈഡഡ് ബൈ ഇവിടെ ചെയ്യുമ്പോൾ 6 ഇൻറ്റു 4x എന്ന് പറയുന്നത് 24x ആണ്, പ്ലസ് 6 ഇൻറ്റു 3 എന്ന് പറയുന്നത് 18 ആണ്, ബൈ 6x minus 4 -4. ഇനി ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്, ബൈ 1 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതും കൂടി ചെയ്യണം, ഇവിടെ ബൈ 1 ഇട്ട് കൊടുത്തു, ഇത് രണ്ടും കൂടി ചെയ്യണം. അപ്പോൾ 16x plus 12 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 6x minus 4 ഡിവൈഡഡ് ബൈ 6 ഡിനോമിനേറ്റർ 6x minus 4 ഇൻറ്റു 1 ഓൾ ഡിവൈഡഡ് ബൈ, ഇനി താഴത്ത് ചെയ്യുക, അതായത് 24x plus 18 ഇൻറ്റു 1 മൈനസ് 8 രണ്ട് ടൈം 4 ഇൻറ്റു 6x minus 4 ഡിവൈഡഡ് ബൈ 6x minus 4 ഇൻറ്റു 1. ഇവിടെ ന്യൂമറേറ്ററിലത്തെ ഡിനോമിനേറ്ററും സെയിം ആണ്. നമുക്കിത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാലോ. റെസിപ്രോക്കൽ എടുത്ത് എഴുതാണെങ്കിൽ നമ്മൾ നോർമൽ ഡിവിഷൻ എഴുതിയിട്ട്, അപ്പോൾ റെസിപ്രോക്കൽ ഇൻറ്റു അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഈ 6x minus 4 എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ വരും. അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെയാണ് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകുന്നത്. ബാക്കി എന്താണ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ ഇവിടെ 16x plus 12 ഇൻറ്റു 1 അല്ല ചെയ്യുന്നത്, പ്ലസ് 3 ഇൻറ്റു 6x എന്ന് പറയുന്നത് 18x ആണ്, 3 ഇൻറ്റു -4 എന്ന് പറയുന്നത് -12 ആണ്, ഡിവൈഡഡ് ബൈ 24x ഇൻറ്റു 1 എന്ന് പറയുന്നത് 24x ആണ്, 18 ഇൻറ്റു 1 എന്ന് പറയുന്നത് 18 ആണ്, മൈനസ് 4 ഇൻറ്റു 6x എന്ന് പറയുന്നത് -24x ആണ്, -4 ഇൻറ്റു -4 എന്ന് പറയുന്നത് +16 ആണ്. ഇവിടെ ന്യൂമറേറ്ററിൽ +12 ഉണ്ട് -12 ഉണ്ട്, ഡിനോമിനേറ്ററിലോ +24x ഉണ്ട് -24x ഉണ്ട്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ 16x plus 18x ആണ്. അപ്പോൾ എന്ത് വരും, 34x ബൈ 18 plus 16 ആണ്. അപ്പോൾ അത് 34. ഇവിടെ 34ഉം ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് എക്സ് കിട്ടും. അപ്പോൾ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു
എക്സ് എന്ന് പറഞ്ഞു കിട്ടി. അപ്പോൾ എഫ് കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് ഈ എക്സിന് പകരം, അതായത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഐ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആയിരുന്നു. ആ ഇമേജ്, ആ വാല്യൂ എന്താണോ ആ എലമെൻറ്റിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. അതായിരുന്നു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കി എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ് വരുന്നത്. അതായത് എക്സിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. നമുക്ക് എഫ് കോമ്പോസിഷൻ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എഫ് കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞു ചെയ്താലോ. ദർഫോർ ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് എഫ് കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ഐ ആണെങ്കിൽ എഫിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് തന്നെയായിരിക്കും. ഇൻവേഴ്സ് ഓഫ് എഫ് ഈസ് ഇറ്റ് സെൽഫ്. നമ്മൾ ഇൻവേർട്ടിബിൾ ഡെഫിനേഷനൊക്കെ പഠിച്ചപ്പോൾ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫ് ഒക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ ഐഡൻറ്റിറ്റി ആയിരിക്കുമ്പോഴാണല്ലോ നമുക്ക് എഫിൻ്റെ ഇൻവേഴ്സ് ആണ് ജി എന്ന് പറയാൻ പറ്റാറ്. അതുപോലെ എഫ് കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ഐ ആണെങ്കിൽ എഫിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് തന്നെയായിരിക്കും. ഇവിടെ ഈ രണ്ടും കൂടി നോക്കിയാൽ മതി. അപ്പോൾ എഫിൻ്റെ ഇൻവേഴ്സ് എഫ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ദർഫോർ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്തായിരുന്നു, 4x + 3/6x - 4 ആണ്, which is equal to എഫ് ആണ്. ഈ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. താങ്ക് യു.